ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അല്ല, അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ എന്തായിരിക്കും പറയാൻ പോവുക എന്നുള്ളത് സംബന്ധിച്ച്. ഇപ്പോൾ അന്ന് ഇവരെടുത്തുകൊണ്ട് ഇത് പോകുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് CPM ഹാൻഡിലുകൾ പ്രതിപക്ഷം വലിയ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളത് വിവാദമാക്കാനാണ് ഞങ്ങളല്ല തുടങ്ങിയത്. യഥാർത്ഥത്തിൽ മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, പിന്നെ മനോരമ 2-3 പത്രങ്ങൾ ആദ്യം ദേശാഭിമാനിയുണ്ട്. ഈ പത്രങ്ങളെല്ലാം വാർത്ത കൊടുത്തു. ദൃശ്യമാധ്യമങ്ങൾ ആദ്യം കൊടുത്തില്ല എന്ന് തോന്നുന്നു. ആദ്യം അച്ചടി മാധ്യമങ്ങളിലാണ് വന്നത്. ഇങ്ങനെ ഹെലികോപ്റ്റർ വന്നു, ഹെലികോപ്റ്റർ തിരിച്ചു പോകേണ്ടി വന്ന കാര്യം ഇതിനു വേണ്ടിയാണ് എന്ന് ആ പത്രങ്ങളല്ലേ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ദൃശ്യമാധ്യമങ്ങളിലേക്ക് വന്നു. അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് എല്ലാവരും എത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ വിവാദമായി കഴിഞ്ഞപ്പോൾ നേരെ തെന്നിമാറാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഇൻവെസ്റ്ററെ കാണാനാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ അതീവ രഹസ്യമായി വന്ന് കാണുന്നു, അത് മറ്റ് സ്റ്റേറ്റുകൾ തട്ടിക്കൊണ്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. സാധാരണ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ കാണുന്നത് ടീമായിട്ടാണ് കാണാം. പ്രിൻസിപ്പൽ സെക്രട്ടറി, KSIDC ചെയർമാൻ, കിൻഫ്ര MD ഇവരെല്ലാവരും ഇരുന്നിട്ടാണ് മീറ്റ് ദ ഇൻവെസ്റ്റർ എന്നൊരു പരിപാടിയിലാണ്. സാധാരണ ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ് അപ്പോയിൻമെന്റ് ചോദിക്കും. അപ്പോയിൻമെന്റ് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആണ് സാധാരണ ഉദ്യോഗസ്ഥരുടെ സൗകര്യത്തിന് കൊടുക്കേണ്ടി വരിക. എന്നാൽ ചില ഘട്ടങ്ങളിൽ അവർ കൊച്ചിയിൽ തന്നെ വന്ന് വേറെ ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ കാണണമെങ്കിൽ അങ്ങനെയും കാണേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റാരും അറിയാതെ അത് വരുമ്പോൾ അദ്ദേഹം അത് സർപ്രൈസോടുകൂടി കുറച്ച് നാൾ കഴിഞ്ഞ് വരട്ടെ. പക്ഷേ ഇതിൽ വന്നത് ഞാൻ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിനുവേണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കുറേ കൂടി വൈകാരികമായിട്ടാണ് പ്രതീക്ഷിച്ചത്. അത്രയും ഇന്ന് അതിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഇന്നാണ് ഉന്നതതല യോഗം നടന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ആ യോഗം നേരത്തെ നടന്നെങ്കിൽ ഈ ബ്രീഫിംഗ് നേരത്തെ ഉണ്ടാകുമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി നടന്നെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിൽ വെച്ച് തന്നെ ഉന്നതതല യോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ ഉന്നതതല യോഗം നടന്നതായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജ് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള അത്തരം മുന്നറിയിപ്പുകളൊന്നും തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ ഇന്ന് രാവിലെ ചില ചാനലുകൾ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ ഭക്ഷണം വിവാദം, ഞാൻ പറഞ്ഞു അദ്ദേഹം പറയും ഞാൻ ഭക്ഷണം കഴിച്ച് കുഴപ്പമായോ, നേരത്തെ പിണറായി ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് 2 ജില്ലകളും അത് റെഡ് അലർട്ട് മാത്രമല്ല എക്സ്ട്രീംലി ഹെവി റെയിൻസ് എന്നാണ് ഇവർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള പ്രഡിക്ഷൻ പറയുന്നത്. എന്നുവെച്ചാൽ 204 മറ്റോ മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അപ്പോൾ അദ്ദേഹം 3 മണിക്ക് എത്തിയിട്ട് വൈകിയാണ് ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിയെങ്കിൽ അതിനൊക്കെ ഗൗരവമായി. കാരണം ഞാൻ ആ വീഡിയോ ഗൃഹനാഥൻ ആതിഥേയൻ റീൽ ഇറക്കിയതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ പോലീസ് ചീഫ് കാത്തിരിക്കുകയാണ്, വനിതാ പോലീസ് ചീഫ് ആ ചിത്രത്തിലുണ്ട്, അവർ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇതിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോകും. അതും നല്ലത് തന്നെ. ഈ തിരക്കുകൾക്കിടയിലും ചെറിയ സ്ഥാപനങ്ങളോ ഇന്നോവേഷനുള്ള സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ അത്രയും ത്യാഗം സഹിച്ചു പോകുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവിടെയും എക്സ്ട്രീംലി ഹെവി റെയിൻസാണ് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും പോലീസിൻ്റെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഞാൻ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു, അദ്ദേഹം പറയാൻ പോകുമ്പോൾ ഇതായിരിക്കും, ഞാൻ ഭക്ഷണം കഴിച്ചതാണോ കുഴപ്പം. ഭക്ഷണം കഴിക്കുമ്പോഴോ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ഉദ്യോഗസ്ഥ സംവിധാനം അവരെല്ലാവരും ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ജില്ലാ പോലീസ് സൂപ്രണ്ടും സിറ്റി കമ്മീഷണറും എല്ലാം ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ അവിടെ നിൽക്കുകയാണ്. വൈകി എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിനൊക്കെ ഗൗരവമായി. ഇവർ ഇത്ര നേരം അവിടെ കാത്തു നിന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമ്പോൾ തന്നെ സ്വീകരിക്കുന്നത് പോലീസ് സൂപ്രണ്ടാണ്. അപ്പോൾ ഭരണ സംവിധാനം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇത്തരം സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ടത് പോലീസാണ്. എല്ലാ ഏകോപനം ജില്ലാ കളക്ടറെടുത്തും പോലീസ് വളരെ പ്രധാനപ്പെട്ട റോളാണ് നിർവഹിക്കേണ്ടത്. അതിൻ്റെ എല്ലാ ആളുകളും അവിടെ കാത്തു നിൽക്കുന്നു. ഇതാണ് ഭരണ സംവിധാനത്തിന് പറ്റുന്നത്. ഈ ഘട്ടത്തിലല്ല ഇങ്ങനെ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവിടെ പോകുന്നു, മറ്റു പരിപാടികൾക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വയ്ക്കേണ്ട ഗൗരവമുണ്ടോ, മാറ്റി വയ്ക്കാതെ നടത്താൻ പറ്റുമോ, അതൊക്കെ മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ നിൽക്കല്ലേ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം എന്താ? പിന്നെ അദ്ദേഹത്തിന് വേണ്ടി പറയാമായിരുന്നു ഒന്നുകൂടി, ഞാനിങ്ങനെ വളരെ മിതത്വത്വം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഗൗരവമില്ല, ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല, ഞാൻ തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ല, അതുകൊണ്ട് ജനങ്ങൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത് എന്നൊരു സന്ദേശം നൽകാനായിട്ടുള്ള ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്.
അതോടുകൂടി ആളുകൾക്ക് തോന്നും ടെൻഷൻ അടിച്ച് വെറുതെ വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടുണ്ട്. ടെറസിൻ്റെ മുകളിലായാലും മുഖ്യമന്ത്രി പോലും വളരെ ഇതോടുകൂടി അവിടെ വരെ ഓടിച്ചു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ഇത്രയും ത്യാഗം സഹിച്ച് അവിടെ വരെ പോയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും അത് ആളുകൾ ഇടുകയും ചെയ്യില്ലല്ലോ. അങ്ങനെ ഒരു സന്ദേശം നൽകാനായിരിക്കും, ആളുകൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള സന്ദേശം നൽകാനായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക. അതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിൽ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ യാത്ര എടുത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ടോ? എത്ര ഫയലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഈ സന്ദർഭത്തിൽ? മുഖ്യമന്ത്രിയുടെ ദൂർത്ത് എത്ര അന്നത്തെ ഒരു ഇന്നത്തേക്കാൾ തീവ്രമായിട്ടല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആലോചിക്കേണ്ടതുണ്ട്. നേരത്തെ അപ്പോൾ പറയണം അന്ന് പറഞ്ഞത് ഇങ്ങനെ പെശകായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ സ്പെയിൻ വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഫൈനലിൽ, അർജന്റീനയ്ക്ക് പന്ത് കിട്ടുന്നില്ല. അപ്പോൾ ഗാലറിയിൽ നമുക്ക് തോന്നി ഈ സ്പെയിൻ്റെ ആ കളിക്കാരൻ അങ്ങോട്ടൊരു ഒഴിവെടുപ്പുണ്ടായിരുന്നു, ഒരു ക്രോസ് ഇട്ടിരുന്നെങ്കിൽ അയാളുടെ കാലിൽ വന്നെങ്കിൽ അപ്പോൾ ഒരു ഗോൾ അടിച്ചതെന്ന് ഗാലറിയിലിരിക്കും. ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിയുമ്പോഴും വരണ പന്ത് നെഞ്ചുകൊണ്ട് തടക്കണോ കാലുകൊണ്ട് തടക്കണോ തലോണ്ട് പിടിക്കണോ എന്ന് പിടിയില്ലാതെ ആകെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഗാലറി ഇരുന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് അന്ന് പറഞ്ഞൊന്നും കണക്കിലെടുക്കേണ്ടതില്ല എന്ന് കൂടി പറഞ്ഞാൽ കുറേ കൂടി വ്യക്തത ജനങ്ങൾക്ക് ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ എന്നും ഇങ്ങനെ നിങ്ങളോട് പ്രതികരിക്കുന്ന തന്നെ ഒരു ഇതാണ്. ഓരോ ദിവസവും ഇത് സംബന്ധിച്ച് ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു ഇതായിരിക്കും വരാൻ പോകുന്നത്. ഇന്നലെ നിങ്ങളോടും പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ. അത് തന്നെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. LDF കടുകുമണിക്കോൽ മുന്നോട്ട് പോയില്ലല്ലോ, അത്രയും പറഞ്ഞാൽ മതി. അവർ ഇനിയിപ്പോൾ ധാരണാപത്രത്തിൻ്റെ ഒപ്പ് മാറ്റാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഞങ്ങളെന്താ മീറ്റിംഗ് കൂടാതിരുന്നത്? ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മറ്റേതിലേക്ക് പോകാതിരുന്നത്. അപ്പോൾ അവർ പറയണം കഴിഞ്ഞ തവണ ഇപ്പോൾ MOU ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇത് വ്യക്തത ഉണ്ടെങ്കിലും ഒരു കാര്യവും അവർ നടപ്പിലാക്കിയിട്ടില്ല. അപ്പം MOU എന്ന് പറഞ്ഞാൽ എന്താ? ആ പദ്ധതി നടപ്പിലാക്കാനുള്ള ധാരണാപത്രമാണ്, കരാർ പോലുമല്ല, ധാരണാപത്രമാണ്. നിങ്ങൾ പണം വാങ്ങിയാൽ ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിന് മാത്രം ഇടപെടേണ്ടി വരും. അതാണ് കേന്ദ്രത്തിന് പ്രത്യേക അധികാരം വരുന്നത്. കാരണം പണം അവർ നൽകുന്നു. അതിൽ തന്നെ ഇപ്പോൾ അവർ വന്ന് സ്കൂളുകൾ തിരഞ്ഞെടുക്കാനാണോ ഈ സബ് കമ്മിറ്റി? അവന് അധികാരം വേണമെന്ന് ആവശ്യപ്പെടാനാണോ? ഈ PMCയുടെ പ്രധാനം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പത്രക്കാർ സ്റ്റേറ്റിലാകെ ഈ PMCയുടെ എല്ലാ പ്രൊവിഷനുകളും പൂർണ്ണമായി നടപ്പിലാക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യം. നിങ്ങൾ ഏത് സ്കൂളിലാണെങ്കിലും അത് എല്ലായിടത്തും നടപ്പിലാക്കേണ്ടി വരും. അതിൽ നമ്മൾ ഫണ്ട് വാങ്ങിയില്ല, നമ്മൾ നടപ്പിലാക്കുന്നുമില്ല. ഈ സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പറയണത് ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. ഞങ്ങളത് നോക്കിയിട്ട് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതാണ് അതിനകത്ത് പൊസിഷൻ. അവരൊക്കെ മാറ്റാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് മാറ്റാൻ അല്ലെങ്കിൽ തിരുത്താൻ പറ്റുന്നില്ല. MOUക്ക് എന്തിനാ മാറ്റം? നമ്മൾ നടപ്പിലാക്കുന്നില്ല. ധാരണാപത്രത്തിൽ ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു 7 മാസം ഞങ്ങൾ നടപ്പിലാക്കാതിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇനി മാർച്ച് വരെ കാത്തിരുന്നാൽ മതി. കാരണം PMC മാർച്ച് 31 വരെയുള്ളൂ. ആ സാമ്പത്തിക വർഷം PMC തീരും. അപ്പം അവർ ചെയ്ത പോലെ തന്നെ ഞങ്ങളും അനങ്ങാതിരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞെങ്കിൽ നന്നാകുമായിരുന്നു. അതിന് പകരം ഞങ്ങൾ ഏത് സ്കൂളാണ് നടപ്പിലാക്കാൻ പോകുന്നത്, സിലബസ് എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചാണ് ഈ കമ്മിറ്റി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാണ് വളരെ ഗൗരവമായ പ്രശ്നമായി കാണേണ്ടത്. UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അത് കൺവീനറാണല്ലോ UDFന്റെ പത്രസമ്മേളനം, വ്യക്തമായി ആധികാരികമായിട്ട് പറയുകയും ചെയ്തു. അത് കൈയോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നേരെ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്നു. ഈ അവസരവാദ സമീപനം ജനങ്ങളെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് മുൻപ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തുറന്നു കാട്ടപ്പെട്ടപ്പോൾ ഒരു മലക്കം മറിച്ചലോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണെന്ന് വ്യക്തമാണ്. പിന്നെ ആറന്മുളയുടെയും കണ്ടില്ലേ, ഇപ്പോൾ ചില ചാനലുകാർ അവരെ പിന്നെ കണ്ട് പിടിച്ചു എന്നാണ് കാണുന്നത്. അവർ അത് എയർ ചെയ്തിട്ടില്ല. അവർ പറയുന്നുണ്ടല്ലോ പഞ്ചായത്തിലെ ജോലി പോകാനിടയുണ്ട്, അതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ തിരുത്തി പറഞ്ഞാണെന്ന് വരെ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കാണേണ്ടത് ഈ ഘട്ടത്തിൽ വിവാദങ്ങൾക്കല്ല എല്ലാവരും ശ്രമിക്കേണ്ടത്. ഇപ്പോഴും മുഖ്യമന്ത്രിക്കാണ് പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം, ഈ ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം എന്ന് പറയലാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ കാര്യങ്ങൾ അവിടെ പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാവരും ഒന്നിച്ചിറങ്ങണം എന്ന ആഹ്വാനമാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുൻ മുഖ്യമന്ത്രിയുടെ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ പ്രളയം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് അദ്ദേഹത്തെ കൂട്ടിയിട്ടല്ലേ യാത്ര പോയത്. അപ്പോൾ അത്തരം എന്തെങ്കിലും ആശയവിനിമയത്തിൽ ഇദ്ദേഹം തയ്യാറായോ? നമുക്ക് എങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, നമുക്ക് എങ്ങനെയാണ് ഒന്നിച്ചു പോകേണ്ടത്? അതൊന്നുമല്ലല്ലോ. പിന്നീട് അവർ നിലപാട് മാറ്റി, പ്രതിപക്ഷം നില അവരുടെ നിലപാട് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അധികം നുണയങ്ങ് ചെലവാകില്ല എന്ന് കരുതണം. വിവാദങ്ങളിലേക്ക് പോകാതെ ഈ സന്ദർഭത്തിൽ ഇപ്പോഴും നമുക്കറിയില്ല, ഓഗസ്റ്റ് ഇനിയും കിടക്കുകയാണ്, നമ്മുടെ അനുഭവങ്ങളുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഇത്തരം സന്ദർഭങ്ങളിൽ കേരളം അത് കാണിച്ചിട്ടുണ്ട്. ആ ഐക്യം കാണിക്കുന്നതിനുള്ള മുൻകൈ ഗവൺമെന്റ് എടുക്കണം. സന്നദ്ധ സംഘടനകൾക്ക് ഇറങ്ങിക്കോളൂ, ഞങ്ങൾ പുറകെയുണ്ടെന്നല്ല പറയില്ല, ഞങ്ങൾ ഒപ്പം ഉണ്ട്, നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്ന് പറയലാണ് കേരളത്തിന്റെ അനുഭവം എന്നുകൂടി കാണുന്നു.